അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ബസ്സുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു റൈഡാണ് പോകേണ്ടത്. ഇതേ ബസ് അവിടെ ഉണ്ട്. നമ്മുടെ മലയാളിയുടെ ഹോട്ടലാണിത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലാണ് ബസ് നിർത്തിയിടൽ. അപ്പോൾ ഇതിനെ നേരെ സ്റ്റാൻഡിലേക്ക് എടുത്ത് പോവാം. നമുക്ക് ശരണ്യ കോച്ചിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നേരെ സ്റ്റാൻഡിലേക്ക് പോവാം. നമുക്ക് വണ്ടി കയറാം. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയറാണ്, സെറ്റാണ്. അല്ലാണ്ട് BS3യുടെ വണ്ടിയാണിത്. ബെല്ലൊക്കെ കൊടുത്തിട്ടുണ്ടോ. പിന്നെ യേശുക്രിസ്തു എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി വെള്ളം എടുക്കാം. സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന്. ഓക്കെ ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് 7:15 വണ്ടി വേണ്ടത്. ഇപ്പോൾ 6:50 7 മണിക്കുള്ളിൽ നമുക്ക് സ്റ്റാൻഡിലെത്തണം. അതിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ഡിവൈഡറൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെ തിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് സ്റ്റാൻഡ്. ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് കയറി പോവുകയാണ് വേണ്ടത്. ഓക്കെ, സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നേരെ എരുമേലിയാണ് പോകേണ്ടത്. അവിടെ നിന്ന് നേരെ കട്ടപ്പനയിലേക്ക് പോകും. ഇവിടെ നമുക്ക് ആൾ കയറാൻ നിർത്തിയിടാൻ വേണ്ടി ബസ്സിൽ ആളൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ട്രിപ്പാണ്, ആളൊന്നുമില്ല. അപ്പോൾ ആളെ കയറ്റാൻ നിർത്തിയിടാം. ബസ്സിലിപ്പോൾ ആളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളെ ബസ്സിലിപ്പോൾ ആളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി മെല്ലെ നമുക്ക് എടുക്കാം. ഫാസ്റ്റ് ടൈമറാണ്, ഇടിച്ചു വിടണം. ഒരു ചേട്ടനാണ് അവിടെ ഇരുന്നിട്ടുള്ളത്. ഓക്കെ, വണ്ടി എടുക്കാം. നമുക്കിപ്പോൾ 7:13 ആയിട്ടേ ഉള്ളൂ. 7:15 പോകേണ്ടത്. പാട്ടൊക്കെ വെച്ചിട്ട് നല്ല പോകാം. ഓക്കെ, നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി പോവാം. ഫസ്റ്റിലിടണം, തേർഡിലുള്ളത് സെക്കൻഡ്. വിലക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ എടുക്കാം. അപ്പോൾ വണ്ടീന് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് പഴയ സ്റ്റാൻഡിലേക്ക്. നമ്മൾ സ്പീഡ് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ എടുത്ത് പോവാണ് നമ്മൾ. ചെറുതായിട്ടൊന്ന് തട്ടേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിന് തട്ടാതെ ഒഴിവായി. നമ്മളത് പേര് പറയുന്നില്ല, തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ വാരി പൊങ്കാലിടും. അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഗ്രീൻ സിഗ്നലായി. ഇവിടുന്ന് വീട്ടിലേക്കാണ് പോകേണ്ടത്. ലൈറ്റോട്ട് പോയി. ഓക്കെ, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും പറ്റുമെങ്കിൽ കമൻറ്റ്. ഓക്കെ, റെഡ് സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, യെല്ലോ ആയിട്ടുണ്ട്, ഗ്രീനായി. അപ്പോൾ ഓക്കെ, വണ്ടി നമ്മൾ നല്ല എടുക്കുകയാണ്. ഇവിടുന്ന് അടുത്ത ലെഫ്റ്റിലേക്ക് പോയാൽ പഴയ സ്റ്റാൻഡാണ്. ചെറിയൊരു ഭാഗമാണ്, വലിയ സ്റ്റാൻഡായിട്ടൊന്നുമല്ല. ഓട്ടോയ്ക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അടുത്ത ലെഫ്റ്റ് വഴിതെറ്റിപ്പോയതാണ് പറഞ്ഞപ്പോൾ. സിഗ്നലായിട്ടുണ്ട്. മൈ ഗോഡ്. ഓക്കെ, മഞ്ഞ എത്തിയിട്ടുണ്ട്.
ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ആൾക്കെല്ലാം എന്താ ഓ കയറിപ്പോയുണ്ടോ അടുത്ത്. ഓക്കെ, ജസ്റ്റ് മിസ്സിന് തട്ടാട് പോയിട്ടുണ്ട്. നമ്മളിനി നേരെയായിട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതിനേക്കാളും കയറിപ്പോവാം, പക്ഷെ അത് ഇടതുവശം ചേർന്ന് പോകണം. ഫസ്റ്റ് ട്രാക്ക് കയറിയിട്ട് പോകണം, എന്നാൽ ലെഫ്റ്റിലേക്ക് സിഗ്നലില്ലാണ്ട് കയറാൻ പറ്റും. അതെ, ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോകണം, നമുക്ക് സ്റ്റാൻഡിലെത്തും. ഇവിടെ സിഗ്നൽ പോട്ടെ, ഈ സൈഡിലേക്കാണ് കയറേണ്ടത്. ഈ വണ്ടിക്ക് ഇത്തിരി സെൻസിറ്റിവിറ്റി കൂടുതലാണ്, ഇതാ തന്നെ വേണം, ഇതാ നല്ലത്. വണ്ടി എടുത്തുകൊണ്ട് പോവാണ് നമ്മളെ. ഇതേ നമുക്ക് ഓവർടേക്ക് ചെയ്തും കയറാം. പിക്കപ്പാണിത്. ഇപ്പോൾ ടാങ്കർ ലോറി പോകുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതേ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് കയറിയാൽ ഇതേ നിർത്തി. ഇവിടെ ആണ് പഴയ സ്റ്റാൻഡ്. ഇവിടെ വണ്ടി നിർത്തി ആളെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കൃത്യം നമുക്ക് 8:05 പോകേണ്ടത്. 8:05 വണ്ടി മെല്ലെ എടുക്കണം. ഓക്കെ, 8:02 3 ഇപ്പോൾ ഗൈസ് ടൈമായിട്ടുണ്ട്. നമുക്ക് മെല്ലെ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്റ്റോപ്പും കൂടിയുണ്ട് വളവ് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നിന്ന് നിർത്തണം. ഇവിടെ ഒരു വളവ് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പാണ്, അവിടെ നിന്ന് നിർത്തണം. ഓക്കെ, അല്ലേ, ഇവിടെ നിന്ന് നിർത്താം. ഇവിടെ നാളെ എടുക്കാനുണ്ട്. ഓക്കെ, എടുക്കാം. ബെല്ലൊക്കെ അടിച്ച് വണ്ടി എടുക്കാനുള്ള ഒരു കാറ് പെട്ടെന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് നല്ല സ്പീഡ് നമുക്ക് പോകണം, കാരണം ടൈം തീരെയില്ല. ചെറിയ സമയത്തിനുള്ള ഒരു 9:45 നമുക്ക് അടുത്ത സ്റ്റാൻഡിലെത്തണം. അപ്പോൾ അതിനനുസരിച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് പോകേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ട്രാഫിക്കും കൂടി വന്നാൽ പിന്നെയും സ്പീഡ് കൂട്ടേണ്ടി വരും. ട്രാഫിക്കായി ഗൈസ്, ഇനി ട്രാഫിക്ക് കാത്ത് നിൽക്കണം. ഇഴഞ്ഞിഴഞ്ഞ് പോകേണ്ടി വരും ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രാഫിക്ക് ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്. വണ്ടി മെല്ലെ എടുക്കുന്നുണ്ട്. ആ ഫുട്പാത്ത് മേലോട്ട് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. ഓക്കെ, മുമ്പിലൊരു ഇലക്ട്രിക് കാർ പോകുന്നുണ്ട്.
ഗ്രീൻ സിഗ്നലായതുകൊണ്ട് നമ്മളങ്ങ് പെട്ടച്ചങ്ങ് പോയിട്ടുണ്ട്. മഴ മാറുന്ന ലക്ഷണം വലുതായിട്ടൊന്നും കാണുന്നില്ല. മാറിയാൽ കൊള്ളാം. ഓ, വീണ്ടും സ്ലാബ് കയറിയിട്ടുണ്ട്. ഈ ഇടത്തോട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോൾ സ്ലാബ് കയറും. പിന്നെ റെഡ് സിഗ്നലാണ് ഗൈസ്. നമ്മൾ ഇതേ മാപ്പിലെത്തിയിട്ടുണ്ട്. ഇതൊരു 2 വേ റൂട്ടാണ്. ഇവിടുന്ന് നോക്കി പോകണം. ഓ, സൈഡ് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു അതിന് ചെറുതായിട്ട് അറിഞ്ഞ് നല്ലോണം അറിയാം. ഓക്കെ, കാര്യമാക്കുന്നില്ല, ചെറിയ ഇതല്ലേ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ എവിടെയോ ഒരു സ്റ്റോപ്പ് ഉണ്ട്, കുറച്ചുകൂടി മുമ്പോട്ടാണ്. ആ വളവിൻ്റെ അടിക്കൊരു സ്റ്റോപ്പാണ് ഇവിടെ. ഇവിടെ കയറണം. മിറർ നോക്കണം. നമ്മുടെ ക്ലീനർക്ക് വകതിരിവില്ലാത്തതാണ്. ആൾ കയറിയിട്ടില്ലെങ്കിൽ ബെല്ലടിച്ച് കളയും. അപ്പോൾ നോക്കണം, മിറർ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കണം. ഓക്കെ, പോവാം. ഇവിടുന്ന് അങ്ങോട്ടൊരു കയറ്റമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോകണം. വണ്ടി നല്ല സ്മൂത്താണ്, നല്ല സ്പീഡും കിട്ടുന്നുണ്ട്. ശരണ്യെ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ പഴയ വീഡിയോകളൊന്നൊക്കെ കണ്ടു നോക്കുക. എൻ്റെ വോയിസ് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയ ഇറക്കമുണ്ട്, ഏകദേശം സ്പീഡിലങ്ങ് പോവുകയാണ് നമ്മൾ. നല്ല ടൈമിന് എത്തിക്കണമല്ലോ. ഗൈസ്, ചെറുതായിട്ട് തട്ടി, ചെറുതായിട്ട്. അവനും കാര്യമാക്കില്ല, നമ്മളും കാര്യമാക്കില്ല. അവനടുത്ത് പോകുന്നുണ്ട്, പ്രശ്നമില്ല. ഓക്കെ. അത് കയറാൻ പറ്റത്തില്ല. അവിടെ ഒരു ഡിവൈഡർ വരുന്നുണ്ട്. ഇവിടെ സിഗ്നലാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. അങ്ങനെയാണ് വണ്ടി. ഒരു വല്ലാത്തൊരു വളവാണിത്. ഒരു ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിൽ മൂന്നാമത്തെ സൈഡിൽ പോവാണ് വേണ്ടത്. നമുക്ക് നേരെ പോയിട്ട് വളക്കണം. ഇവിടുന്ന് വളയേണ്ടത് നമുക്ക്. അവന് ഓവർടേക്ക് ചെയ്താൽ നോക്കിയതാണ്, പക്ഷെ അവൻ കയറിപ്പോയി സൈഡിലൂടെ. ഇത് പ്രശ്നമില്ല, ഇനിയുണ്ടല്ലോ സമയം. നമ്മളെടുക്കും അവനായി. ഇപ്പോൾ 2 വേ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ സ്റ്റാൻഡിൽ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടിയുള്ള നമ്മുടെ സ്റ്റാൻഡിലേക്കുള്ള ദൂരം. അത് കയറി. ഓക്കെ, അവനെടുത്തിട്ടുണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇതാണ്. നമുക്ക് രണ്ടും ഒപ്പരം ചെയ്യാമെന്ന് വെച്ചാൽ. ഓക്കെ, കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് കൂട്ടം. ഓക്കെ, അത് നമുക്ക് അടുത്തതിന് എടുക്കാം. ഒരു വളവുണ്ട്. സ്റ്റാൻഡിലെത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ഒരു സിഗ്നലും കൂടി കഴിഞ്ഞാൽ സ്റ്റാൻഡാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി നിർത്തും. ഗൈസ്, നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട് 9:45. കുറച്ച് ലേറ്റാണ്. ഇവിടുന്ന് ഇനി തിരിച്ചും വേണ്ടി വരും. എവിടെ നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടുന്ന് തന്നെ 50-നാണ് പോകേണ്ടത്. 50 ആകുമ്പോഴത്തേക്ക് എത്തിയാലും മതി. സോറി, 50-നല്ല, 10 മണിക്കാണ് ഇവിടുന്ന് പോകേണ്ടത്. 49 ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് പോയിട്ട് ഒരു ലെഫ്റ്റ് എടുത്ത സ്റ്റാൻഡായി.
ഇതേ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറണം, റൈറ്റ് പോയിട്ട് ലെഫ്റ്റിലോട്ട് കയറണം. ഓക്കെ, സ്റ്റാൻഡിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനി ആളെ ഇറക്കി ആളെ കയറ്റി കൊണ്ടുപോകണം കട്ടപ്പനയിലേക്ക്. അപ്പോൾ വണ്ടി നമുക്കൊന്ന് തിരിച്ച് വെക്കാം. റിവേഴ്സ്. അവിടുത്തെ മരത്തിന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. വ്യൂ ഒന്ന് മാറ്റാം. വ്യൂ ഓക്കെ, ക്യാമറ ആംഗിളൊന്ന് മാറ്റിക്കളയാം നമുക്ക്. ഓക്കെ, പുറട്ടെ ഇത്ര മതി, കുറച്ചും കൂടി വരും, മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആളെ ഇറക്കിയിട്ട് നമുക്ക് ആളെയും കയറ്റിയിട്ട് അടുത്ത ട്രിപ്പ് പോകണം. ഓക്കെ, അടുത്ത ട്രിപ്പിലേക്ക് പോകണം നമുക്ക്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഡ്രൈവർക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നല്ല വരാം. ഇവിടുത്തെ ആളൊക്കെ ഇറങ്ങണം. ആളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ട്രിപ്പുമായിട്ട് കാണാം. വെൽക്കം, ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ലൈക്ക് പ്ലീസ്.